നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ആലപ്പുഴ വില്ലേജിൽ അമ്പലപ്പുഴ താലൂക്കിൽ മണ്ണഞ്ചേരി വാർഡ് 17 വിനോദ് വില്ലയിൽ ജോയി മകൻ ആന്റണി. ഇദ്ദേഹം ഒരു വൃക്ക രോഗിയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്താണ് ജീവിക്കുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. എൻ്റെ പേര് ആൻ്റണി. ഞാൻ മണ്ണഞ്ചേരി, ആലപ്പുഴ മണ്ണഞ്ചേരി താമസിക്കുന്നു. ഇതെൻ്റെ അമ്മ റോസമ്മ. ഞങ്ങൾ രണ്ടുപേരും അസുഖത്താൽ വളരെ ബുദ്ധിമുട്ടിലാണ്. അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻറ്റും ഞാൻ കിഡ്നി പേഷ്യൻറ്റുമാണ്. എൻ്റെ 2 കിഡ്നികൾക്കും കംപ്ലൈൻ്റാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അമ്മയാണ് തന്നെ 30 റേഡിയേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആന്റണി ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. 2021 അസുഖം തുടങ്ങിയത്. മരുന്നുകൊണ്ട് മാറും എന്ന് കരുതിയെങ്കിലും 2 വൃക്കകളും തകരാറിലാകുകയാണ് പിന്നീടുണ്ടായത്. അതിനെ തുടർന്നാണ് ഡയാലിസിസ് വേണ്ടി വന്നത്. ഇനി വൃക്ക മാറ്റിവെക്കുന്നതുവരെയോ ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനോ ഇത് തുടരേണ്ടതാണ്. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഇത് 2021 എനിക്ക് മുമ്പേ ഷുഗറുണ്ടായിരുന്നു. 2021 ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചതാണ്. അതിനുശേഷം 2024 പെട്ടെന്ന് എനിക്കിത് കൂടുകയും 16.5 വരികയും ചെയ്തു. അങ്ങനെ ആണ് എൻ്റെ ചികിത്സ ശരിക്കും തുടങ്ങിയത്. അവിടുന്ന് ഡയാലിസിസ് തുടങ്ങിയതാണ്. ഇപ്പം ഏകദേശം 1.5 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്ച 3 എണ്ണമാണ്. പിന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ ഇത് നിത്യച്ചെലവുകളായാലും ആശുപത്രി പോകാനുള്ള സാമ്പത്തികമായാലും മരുന്നിൻ്റെ പുറത്തുനിന്ന് കുറേ മരുന്നുകൾ വാങ്ങേണ്ടി വരും. അവിടെ ഹോസ്പിറ്റലിൽ കിട്ടാത്ത കുറേ മരുന്നുകളുണ്ട്. അച്ഛൻ ജോയി നേരത്തെ മരിച്ചുപോയിരുന്നു. അമ്മയാണുള്ളത്. അവർ ഒരു ക്യാൻസർ രോഗിയും. ഇദ്ദേഹം വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ക്യാൻസർ ചികിത്സയും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. 30 റേഡിയേഷൻ കഴിഞ്ഞതാണ്. ഇനിയുള്ള റേഡിയേഷൻ തൃശ്ശൂരാണ് ചെയ്യേണ്ടത്. അതിന് ഡേറ്റ് എടുത്തിരുന്നപ്പോഴാണ് ആന്റണിയുടെ രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. അങ്ങനെ ആ റേഡിയേഷനും മുടങ്ങിയിരിക്കുകയാണ്. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും ഇപ്പം 3 റേഡിയേഷൻ തൃശ്ശൂർ പോയി ചെയ്യാൻ സാധിക്കാഞ്ഞത് കാരണം കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ അതിന് മരുന്നുകളുണ്ട്. അതിനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ ഈ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ കൂട്ടണം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും
ഞങ്ങളും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച അമ്മയും മകനും യാതൊരു ആശ്രയവുമില്ലാതെ ഇവിടെ കഴിയുകയാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് ടിവിയുമായി ബന്ധപ്പെട്ട് ശമരിയനിലേക്ക് അപേക്ഷ അയച്ചത്. ഇപ്പോൾ ഇവർ ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ പ്രേക്ഷകരുടെ സഹായം പ്രതീക്ഷിക്കുകയാണ്. അമ്മയും മകനും രോഗികളായി ഒരു വീട്ടിൽ യാതനകൾ സഹിച്ചു കഴിയുന്ന ഈ സാഹചര്യത്തിൽ സുമനസ്സുകളായ നിങ്ങളുടെ കാരുണ്യ സ്പർശനം ഇവർ യാചിക്കുകയാണ്. എൻ്റെ മോനെ കിഡ്നിയുടെ കംപ്ലൈൻ്റ് ആയിട്ട് ഒരു 1.5 കൊല്ലത്തോളമായി ഞങ്ങളാരെ വിഷമിക്കുവാണ്. ഇപ്പം 3 ഡയാലിസിസ് ഉണ്ട്. ICUലൊക്കെ ആയിരുന്നു. ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ്. എനിക്ക് ക്യാൻസറാണ്. എനിക്ക് റേഡിയേഷൻ കഴിഞ്ഞ് ഇപ്പം തൃശ്ശൂർ പോയി 3 എണ്ണം ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റാതായിപ്പോയി. അതോടെ മോനും കിടപ്പായി. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. എല്ലാ തരത്തിലും ജീവിതമാർഗവും മരുന്നും എല്ലാം കൊണ്ട് ഞങ്ങൾ വിഷമത്തിലാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷിതർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും. രണ്ടു രോഗങ്ങളും ഗുരുതരമാണെന്നത് തന്നെ ഇവരെ മാനസികമായി തളർത്തുന്നതാണ്. ഈ തളർന്ന അവസ്ഥയിൽ നമ്മളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കരങ്ങൾ ഇവർക്ക് ഒരു താങ്ങാകട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ കരങ്ങളിലൂടെ ഇവരിലേക്ക് പ്രസരിപ്പിക്കുവാനുള്ള ഭാഗ്യം നമ്മൾക്ക് ദൈവം കനിഞ്ഞു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവരുടെ അപേക്ഷ സ്നേഹപൂർവ്വം നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്നു. സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ബാലൻ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സ സഹായനിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ബാലൻ എന്ന സഹോദരൻ തന്നെയാണ്. അദ്ദേഹം പാവറട്ടി അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. 2011 മുതൽ അദ്ദേഹം കിഡ്നി സംബന്ധമായ രോഗത്തിന് ചികിത്സയിലാണ്. 6 വർഷമായിട്ട് ഡയാലിസിസും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നത് പാവറട്ടിയിലുള്ള ആശുപത്രിയിലാണ്. ബാലന് 2 മക്കളാണുള്ളത്. ഒരാൾ വിദേശത്താണ്. പക്ഷേ അവിടെ ജോലി സംബന്ധമായ കാര്യങ്ങളാൽ ഇപ്പോൾ തിരിച്ചു പോരാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. 2ാമത്തെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഏക ആശ്രയം ആയിട്ടുണ്ടായിരുന്ന ബാലനായിരുന്നു. പക്ഷേ അസുഖം വന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ചികിത്സയ്ക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് ടിവി ശ്രീമാൻ ബാലനെക്കുറിച്ച് അറിയാൻ ഇടയായതും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഗുഡ്നസ് ടിവിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് തയ്യാറായതും. അപ്പോൾ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സംഭാവന ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെയാണ് നമുക്ക് 1,20,000 രൂപ സമാഹരിക്കുന്നതിനായിട്ട് സാധിച്ചത്. ആ സമാഹരിച്ച തുക ഇപ്പോൾ ഗുഡ്നസ് ടിവിയുടെ പേരിൽ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബാലന് ഞാനിപ്പോൾ കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ
ഹൃദയപൂർവ്വം നന്ദി പറയുവാനായിട്ട് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു രോഗമായിട്ട് നമ്മൾ ആശുപത്രികളിലേക്ക് കയറിയിറങ്ങിയാൽ എന്തുമാത്രം പണം നമുക്കതിനു വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരും എന്നതിന് ഒരു കണക്കുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് 2011 മുതൽ ഈ ബാലൻ എന്ന ഈ സഹോദരൻ ഈ രോഗവുമായിട്ട് പടവെട്ടുന്നത്. അങ്ങനെ അന്ന് മുതൽ അദ്ദേഹത്തിന് ധാരാളം പണച്ചിലവുകൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ നേടിയതും സമ്പാദിച്ചതുമെല്ലാം ഈ രോഗത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നു. അങ്ങനെയുള്ള അവസരത്തിലാണ് ഗുഡ്നസ് ടി വി അദ്ദേഹത്തെ കണ്ടെത്താനും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഗുഡ്നസ് ടി വിയിലൂടെ അറിയിക്കാനും ഇടയായത്. നല്ലവരായ നിങ്ങൾ അത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് കണ്ട് നിങ്ങളുടെ പല ആവശ്യങ്ങളും പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ഇപ്പോൾ ബാലന് കൈമാറുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചത്. നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവുമൊക്കെ നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് സഹായിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. എനിക്കാണ് ആ അസുഖം വന്നിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം കാശ് മുടക്കേണ്ടതായിട്ട് ചികിത്സയ്ക്കായിട്ട് വന്നേനെ. ദൈവം എനിക്ക് ആരോഗ്യം നൽകി രോഗത്തിൽ നിന്നും സംരക്ഷിച്ചത് കൊണ്ടാണല്ലോ എനിക്ക് ഇപ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കുന്നത് എന്നും. ഇവരുടെ വേദനയും ദുഃഖവുമൊക്കെ കാണുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ, കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും ഇവരെയൊക്കെ സഹായിക്കുവാനുമായിട്ട് നമുക്ക് മുന്നോട്ട് വരുന്ന ഒരു മനോഭാവം സ്വീകരിക്കുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ തുടർന്നും നമുക്ക് ഇദ്ദേഹത്തെ ഓർക്കാം. ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് ആയുസ്സും ആരോഗ്യവും രോഗസൗഖ്യവും നൽകി അദ്ദേഹത്തെ സമർത്ഥമായിട്ടും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും ഈ ബാലനെ സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലും ഗുഡ്നസ് ടി വിയുടെ പേരിലും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. എൻ്റെ പേര് ബാലൻ ടി എ. ഞാൻ കിഡ്നി പേഷ്യൻ്റ് ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ചികിത്സയ്ക്കായി ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ ചെയ്ത സഹായത്തിനും പ്രാർത്ഥനയ്ക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.